പ്രിയ സഹോദരങ്ങളെ, ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ വരാൻ കാരണം ചില കാര്യങ്ങൾ ഫേസ്ബുക്കിലൊക്കെ കാണുന്നു. അപ്പോൾ അത് ബൈബിൾ നോക്കും, എന്നിട്ട് അതിനെക്കുറിച്ച് എനിക്കറിയാവുന്നത് പറയും. എന്നാൽ ഇന്ന് കണ്ടത് ഒരു മനുഷ്യൻ അവൻ്റെ ഭാര്യയുമായിട്ട് നിന്നിട്ട് പറയുന്നു, പത്രോസ് നീ പാറയാകുന്നു. അത് അങ്ങനെയല്ല പറയുന്നത്. പാറയെന്ന് പറഞ്ഞാൽ ആരെക്കുറിച്ചാണ്? പാറ ദൈവം തന്നെയാണെന്ന് എന്തോ എനിക്കറിയത്തില്ല. അതേതായാലും ഞാൻ ബൈബിളിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു കാര്യം കാണാനിടയായി. അതാണ് ഞാനിപ്പോൾ നിങ്ങളോട് ആ ബൈബിളിലെ ഭാഗം എടുത്ത് വായിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 10:5. ഈ 12 പേരെ യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചതെന്നാൽ ജാതിയുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിനെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവീൻ. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പീൻ. രോഗികളെ സൗഖ്യമാക്കുവീൻ, മരിച്ചവരെ ഉയർപ്പിപ്പീൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവീൻ, ഭൂതങ്ങളെ പുറത്താക്കുവീൻ. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുവീൻ. മടിശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പും വൈക്ക് പൊക്കളവും രണ്ടെടുപ്പും ചെരുപ്പും വടിയും കരുതരുത്. വേലക്കാരൻ തൻ്റെ ആഹാരത്തിന് യോഗ്യനല്ലോ. ഏത് പട്ടണത്തിലോ ഗ്രാമത്തിലോ കടക്കുമ്പോൾ അവിടെ യോഗ്യനാരെന്ന് അന്വേഷിപ്പീൻ. പുറപ്പെടുമ്പോഴും അവിടെ തന്നെ പാർക്കുവീൻ. അതായത് ഞാനിപ്പോൾ ഇത് പറയാൻ ഇങ്ങനെ വായിക്കാൻ കാരണം അതായത് മക്കളെ, അപ്പോസ്തലന്മാരെ അയച്ചു. അവർ ഏതൊക്കെ രാജ്യങ്ങളിൽ പോയി എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. ഏതായാലും കേരളത്തിൽ തോമാസ്ലിഹ വന്നെന്ന് പറയുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഈ ജാതികളാരാ? അതായത് യഹൂദന്മാർ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ജാതികളാണ്. ജാതികളുടെ അടുക്കൽ പോകരുത്. അവരുടെ ശിഷ്യന്മാരെ അയച്ചപ്പോൾ പറഞ്ഞത് ജാതികളുടെ അടുക്കൽ പോകരുത്, ശമര്യരുടെ പട്ടണത്തിൽ പ്രവേശിക്കരുത്, നിങ്ങൾ ഇന്നൊക്കെ ചെയ്യുവീൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നത് പ്രസംഗിക്കുവീൻ. എന്നാൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ ക്രിസ്തീയ മതത്തിലെ ആൾക്കാരെ ക്രിസ്തുവിനെ അധിക്ഷേപിച്ച് ക്രിസ്തുവിനെ വഞ്ചിക്കുകയെന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ തോന്നുന്നുണ്ട് അവർ വഞ്ചിക്കുകയാണ്. അത് നല്ല കാര്യം. എന്നാൽ ക്രിസ്തുവിൻ്റെ പേര് പോലും കളഞ്ഞു കുടിക്കുന്ന ഒരു വിഭാഗം ക്രിസ്തീയ ജനങ്ങളും അവരുടെ ജനങ്ങളെന്നല്ല, നമ്മുടെ ഭർത്താന്മാർ, പുരോഹിതന്മാർ, വലിയ സുവിശേഷ ഘോഷണം നടത്തുന്നവർ, എന്തിന് രോഗശാന്തി ശുശ്രൂഷ നടത്തുന്നവർ, ഇവരെ കുറിച്ചൊക്കെയാണ് പറഞ്ഞിരുന്നത് കള്ളപ്രവാചകന്മാരെന്ന്. അല്ലെങ്കിൽ പറയട്ടെ, ഇപ്പം തന്നെ ഒരുത്തരെ പിടിച്ചിരിക്കുന്നു. അവൻ്റെ സ്ഥലത്ത്, അവൻ്റെ ആശ്രമത്തിൽ 3 കുഞ്ഞുങ്ങളെ, 3 കുറച്ച് കുഞ്ഞുങ്ങളെ, ആൺപിള്ളേരെയോ പെൺപിള്ളേരെയൊക്കെ പീഡിപ്പിച്ച 3 എണ്ണത്തിനെ അറസ്റ്റ് ചെയ്തു. എന്നിട്ടും അവൻ പറയുന്നത് ഞാനൊന്നും അറിയുന്നില്ല, അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാ. ഇതൊക്കെ മക്കളെ, നമുക്ക് ജീവിക്കണം, അത് അത്യാവശ്യമാണ്. അത് മറ്റുള്ളവരെ വിദ്യയാക്കിയല്ല. ഇവരൊക്കെ ബൈബിൾ എടുത്ത് വെച്ചുകൊണ്ട് ഇന്നും ഒരു ഇത് കണ്ടു.
ഒരു പ്രയർ ഗ്രൂപ്പ് കിടന്നടച്ചു പോവുക. അവരെന്തോ പറയുന്നു, ഞാൻ പറയുന്നത് ഈ മറുഭാഷ എന്ന് പറയുന്നത് ഈ കള്ളന്മാർ ഒന്ന് പറയാമെങ്കിൽ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാം. അതിന് ശരിയായിട്ട് കാര്യം. മറുഭാഷ പറയുമ്പോഴത്തേക്ക് പെണ്ണുങ്ങളാണ് മുഴുവൻ ചാടുന്നത്. അവർക്ക് ആ കലപ്പ് കൂടുതൽ. സ്വർഗാവശ്യത്തിൽ പോവല്ലേ ഈ നിന്നോടൊക്കെ പറഞ്ഞത്. ഈ കാണുന്നിടത്തൊക്കെ പോയി ഞാനിവിടെ എന്ന് പറഞ്ഞ് പറ്റും വരും. അവരുടെ പുറകെ പോകരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാലും ഈ കുളം പിടിക്കാത്ത മനുഷ്യർ ബൈബിൾ വായിക്കത്തില്ല. എളുപ്പം സ്വർഗത്തിൽ പോകാനെന്നുള്ള ഉദ്ദേശം മാത്രമല്ല, മറ്റു പലതുമുണ്ട് അവരുടെ ഉള്ളിൽ. അതുകൊണ്ടാണ് ഇവർ ഇത് പറയുന്നത്, പിശാചുക്കളാണ് ഇവരെ നിയന്ത്രിക്കുന്നത്. എനിക്കിത്രേ പറയാനുള്ളൂ. ഏതായാലും കൊള്ളാം, ഏതാരാണെങ്കിലും വേറൊരു ജാതിയും അവരുടെ തലവനെ, അതായത് അവർ പൂജിക്കുന്ന ആളിനെ ഇതുപോലെ നാണം കെടുത്തുന്നില്ല. നാണം കെടുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. അന്യജാതിക്കാർ പോലും ക്രിസ്ത്യാനികളെ നോക്കി പരിഹസിക്കുന്നു. കാരണം ലോകത്തിലെ ഓരോ ഗ്രന്ഥത്തിലും ഇല്ലാത്തതാണ് വിശുദ്ധ ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏത് ജാതിയുടെ ഏത് മതത്തിൻ്റെ ഗ്രന്ഥത്തിലുണ്ട് മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചു എന്ന്, മനുഷ്യൻ എങ്ങനെ ലോകത്തിലുണ്ടായി എന്ന്. ഏതെങ്കിലും ഒരു മതഗ്രന്ഥത്തിലുണ്ടെങ്കിൽ പറ. ഒരിടത്ത് മറ്റിടത്തുനിന്ന് ജനിച്ചു എന്നൊക്കെ പറഞ്ഞു. എന്നാലും ലോകത്തിൽ ആദ്യമായി മനുഷ്യനെ സൃഷ്ടിച്ചതാര്, എങ്ങനെ മനുഷ്യനുണ്ടായിന്ന് വിശുദ്ധ ബൈബിളിൽ തന്നെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഒരു ഗ്രന്ഥത്തിലും ഇല്ല. ഞാൻ കൂടുതൽ പറയുന്ന മക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളേത് കൂട്ടായ്മ വേണം പൊയ്ക്കൂ. ചാടുവോ വേടുവോ അടർവോ ചെയ്തു, നിങ്ങൾക്ക് ആശ്വാസം കിട്ടും. പക്ഷേ അതുകൊണ്ട് ദൈവത്തെ നിങ്ങൾക്ക് പ്രീതിപ്പെടുത്താനൊക്കത്തില്ല. ദൈവം പറഞ്ഞ കാര്യം ചെയ്യണം. അതായത് നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ മറ്റുള്ളവരെ പോലെ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയാകരുത്, നൊയമ്പ് നോക്കുമ്പോൾ ഇങ്ങനെയാകരുത്. നമ്മൾ അത് തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ഈ അന്ത്യകാലത്ത് നിങ്ങളോട് ബൈബിളിൽ പറഞ്ഞു ദൈവം, നിങ്ങൾക്ക് പ്രാർത്ഥിക്കണമെന്ന് തോന്നുമ്പോൾ അറയിൽ കയറി കതകടച്ച് അവിടെ ഇന്ന് സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കുക. ഇന്ന് ഏത് വീട്ടിൽ പുരുഷന്മാരുണ്ട്, പിള്ളേരെ ഈ സമയത്ത് വരുന്ന അവർക്ക് പറയുന്നത്. കാരണം മക്കളെ, വീടിൻ്റെ വിളക്കായ സ്ത്രീ വീട്ടിലില്ലാതെ ഒരു സ്ഥലത്ത് വെട്ടം കൊടുക്കാൻ പോയാൽ വീട്ടിലുള്ളവർ അന്ധകാരത്തിലാകുക. ആ മനുഷ്യൻ അന്ധകാരത്തിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹമായിട്ട് രണ്ട് പങ്ക് കഴിച്ചവിടിരിക്കും. കുഞ്ഞുങ്ങളേത് സമയത്ത് വരുന്ന അവൻ നോക്കത്തില്ല കാര്യമില്ല. അവൻ്റെ ഭാര്യയ്ക്ക് അവന് ആഹാരം കൊടുക്കാൻ പോലും അവിടെ ഉണ്ടാവത്തില്ലല്ലോ. പിന്നെ എങ്ങനെ അവൻ കുഞ്ഞുങ്ങളെ നോക്കുന്നത്? ആ കുഞ്ഞുങ്ങളോട് ഇന്നത്തെ കാലത്ത്, കാരണം എല്ലാവരും കാശുണ്ട്, മക്കൾ ചോദിക്കുമ്പോൾ കൊടുത്തു വിടും. അവരൊരു സമയത്ത് വരും, അവരെന്താ ചെയ്യുന്നെന്ന് വല്ലതും ഉണ്ടോ? നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഒത്തു വന്നപ്പോൾ ഓരോ മക്കൾക്കും ഓരോ ബെഡ്റൂം. അവരുടെ ബെഡ്റൂമിൽ കതക് തുറക്കാൻ പോലും നമുക്ക് അവകാശമില്ല. അവരവിടെ എന്ത് ചെയ്യുന്നു ഇല്ല എന്ന് നമ്മൾ അറിയുന്നുണ്ടോ? മക്കളെ, ഏതായാലും കൊള്ളാം. ഇന്നത്തെ ഞാൻ ഈ ബൈബിളിൻ്റെ ഭാഗം എടുത്തുകൊണ്ട് ആ അപ്പോസ്തലന്മാരെ അയച്ചതിൽ എന്താണ്
ഇതിനൊരു കാര്യം കൂടെ അതിനകത്ത് ഞാൻ പറയുന്നുണ്ട്. ഈ അപ്പോസ്തലന്മാർ വന്നിട്ട് ഈ ആരെങ്കിലും പുരോഹിതനും എത്രാനമാക്കിയോ? ഈ കത്തോലിക്കായോ ആ ഓർത്തഡോക്സോ യാക്കോബോയോ ആരും ആയിക്കോട്ടെ, അപ്പോസ്തലന്മാർ വന്നിട്ട് അല്ലെങ്കിൽ ദൈവം വേറെ ആരെങ്കിലും ഈ കത്തോലിക്കലെയോ യാക്കോബോയോ ഓർത്തഡോക്സോ സീസയിലെയോ വേണ്ട, ഈ വചനം പ്രഘോഷിച്ച് ബൈബിൾ കഷത്തിൽ വെച്ചപ്പോഴും നടക്കുന്നവന്മാരോട് ഏതെങ്കിലും ഒരെണ്ണത്തിനെ അഭിഷേകം ചെയ്തോ? നീ പോയി അവിടെ പോയി പ്രസംഗിക്കാൻ പറഞ്ഞോ? പിന്നെ ഈ പുരോഹിതവർഗം ഈ പുരോഹിതവർഗം പറഞ്ഞാൽ സൂഹിക്കാനായിട്ട് അവർ ഈ വേല ഏറ്റെടുത്തതാണ്. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല. ഇവിടെ മണിശീല നിറയും, അവിടെ നിറയ്ക്കാൻ പറ്റും, അവിടെ പോവും. ഇതുവരെയും പുത്തരിയായുടെ വകയിൽ വന്ന വികാരിമാർ ഈ പുത്തരിയായുടെ വകയിലെ വീടുകൾ മുഴുവൻ സന്ദർശിച്ചിട്ടില്ല. ഞാൻ ബാക്കി പറയുന്നില്ല എന്ന് പറഞ്ഞാൽ, കാരണം എനിക്ക് ഇപ്പോൾ ദേവാലയത്തിൽ പോലും കയറാൻ ഒക്കുന്നില്ല, പോകുന്നില്ല. കാരണം അവിടെ നടക്കുന്ന എന്തെങ്കിലും കണ്ടാൽ നടക്കേണ്ടതല്ല അവിടെ നടക്കുന്നത് കാണുമ്പോൾ ഞാൻ വല്ലതും പറയും. പിന്നെ അതെനിക്ക് മനസ്സിൽ പ്രയാസം. ഇവരാരും ഒന്നും എന്നെ ചെയ്യലില്ല. ഈ പാത്രാമയിലായപ്പോൾ ഞങ്ങളുടെ വികാരി അവൻ മത്തായി 3 താങ്ങിയായി ഈ ഇപ്പോഴത്തെ ഒരു സ്ഥാനം ഏറ്റെടുത്തേക്കുന്നത്. അവനൊന്നും എന്നെ ചെയ്യാനില്ല. അവനെ കുപ്പായ വിട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. ഞാൻ കുപ്പായ വിട്ടിട്ടില്ല എങ്കിലും അവൻ എന്നോട് 2 വാക്ക് ബൈബിളിലെയോ വേറെ വല്ലോ പറഞ്ഞ് അവൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് എന്നോടൊന്ന് പറഞ്ഞു മനസ്സിലാക്കി തരാൻ വന്നാൽ വളരെ നന്നായിരുന്നു. ഇപ്പോൾ ഞാൻ ഇത്ര പറയുന്നുള്ളൂ.